ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇന്ത്യ ഡയറീസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ ഇന്നുള്ളത് നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്താണുള്ളത്. അപ്പോൾ ചുറ്റും കാണുമ്പോൾ തന്നെ മരുഭൂമിയോ എന്നൊക്കെ വിചാരിക്കും. നല്ല കാറ്റാണ് ഇവിടെ കേട്ടോ ഗായ്സ്. രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകുന്നേരമൊക്കെ ആയാലും നല്ല കാറ്റാണ്. അപ്പോൾ സ്പോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലാണ് ഗായ്സ്. ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ മരുഭൂമി പോലെ അവിടെ നമുക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ ഗൈസ്. നമ്മുടെ കാട്ടുമൃഗങ്ങളൊക്കെ കാണാൻ പറ്റും അവിടെ. ഞാൻ പോയിട്ടില്ല, പക്ഷെ അവിടെ നിന്ന് മാനൊക്കെ ഇങ്ങനെ റൂട്ട് പോകണ കാണാറുണ്ട്. അപ്പോൾ ഗായ്സ് കണ്ടോ, ഇവിടെ കാറ്റാടിയൊക്കെ ഉണ്ട് ഗൈസ്. കാറ്റാടി എന്താണെന്ന് അറിയാത്തവർക്ക് വിൻഡ് മില്ല്, ഇത് അവിടെ കാണിക്കുന്നത് എന്തിനാ ഗൈസ്? തൊട്ട് ബാക്കിൽ ഞങ്ങൾ എൻ്റെ അച്ഛൻ്റെ ജോലി സ്ഥലത്താണുള്ളത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ. ഇവിടെ ഷെഡ്, അപ്പോൾ ഇതിൻ്റെ ഇവിടെയാണ് ഇതാക്കണ്ടോ തൊട്ട് ബാക്കിൽ ഗൈസ്. അവിടെ ഇവിടെയൊക്കെ ഇതാ നമ്മളെ അച്ഛൻ്റെ ജോലി ജിഞ്ചർ ഫാമിങ്. യെസ് ഗൈസ്, ഇഞ്ചി കൃഷി ആണ്. അപ്പോൾ ഇതാ ഇഞ്ചിയൊക്കെ ഇവിടെ വളരുന്നുണ്ട്. അവിടെ അറ്റം വരണ്ട് കേട്ടോ ഗൈസ്. ആ അറ്റത്ത് എന്താ പറയുക, ആ ഒരു പച്ച ഇത് കിട്ടിയിട്ടില്ലേ, അതാണ്. പിന്നെ അവിടെ ഒരു പണിക്കാരനുണ്ട്. പിന്നെ ഗൈസിൻ്റെ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ കൂടുതലാണ്, ഇരിക്കാൻ സ്പേസ് ഇല്ല. പിന്നെ വേറെ കുറേ പണികളുണ്ട്, അതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ആൾക്കാരൊക്കെ മുളച്ച് തുടങ്ങി ഗൈസ്. അറ്റം വരെ പോകുന്നുണ്ട്. നടന്നാൽ തിരിച്ച് വരാൻ നല്ല പാടാണ്. കണ്ട ചുറ്റിലും നോക്ക്, ചുറ്റിലുമാണ്. അവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും ഇത് തന്നെയാണ്. സോ നല്ല രസമാകും കാണാൻ. പിന്നെ ഇതാ ഈവനിങ് ആയപ്പോൾ കണ്ടോ. അപ്പോൾ ഗൈസ്, അതിൻ്റെ അപ്പുറത്ത്, ഇതിൻ്റെ അപ്പുറത്ത്, ഈ വെയിൽ കിട്ടിയതിൻ്റെ അപ്പുറത്ത് എന്താ മുളക് കൃഷി ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞത് അങ്ങോട്ട് ചാടി. ഇതുവഴിയൊക്കെ പോകണമെങ്കിൽ നല്ല പാടാണ്. ഞാൻ ഇപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ചാടി കിടക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. അയ്യോ, നമ്മൾ ഈ ഒരു കുഴി പോലെ ഉണ്ട്. ഇവിടെ ഒരു കുഴി, അവിടെ ഒരു കുഴി, അങ്ങനെ ആ കുഴി കാല് വെച്ച് വേണം നമ്മൾ നടക്കാനായിട്ട്. ബിക്കോസ് ഇവിടെ നമ്മളിവിടെ കണ്ട അങ്ങനെ ഇഞ്ചി ചെറുതായിട്ട് വളരുന്നതുണ്ട്, കുഞ്ഞതായിട്ട് കണ്ട. നമ്മൾ ഇങ്ങനെയുള്ളൊരു സ്പേസ് ഇല്ലേ, ഇവിടെയൊക്കെയാണ് ഇഞ്ചി നടുക. ഈ കുഴിയുള്ളിടത്തൊക്കെ നമ്മൾ കാലുകുത്തി സ്ട്രൈറ്റ് നടക്കാൻ വേണ്ടി കണ്ടോ ആ കുഴികളിങ്ങനെ. അപ്പം ഇവിടെയൊക്കെ ഇപ്പോൾ കുറച്ചായിട്ട് നട്ടിട്ടുള്ളൂ. അവിടെ കണ്ടോ, അവിടെ കുറച്ചുകൂടി നല്ല പച്ചപ്പുണ്ടല്ലോ, അത് മുന്നേ നട്ടതാണ്. അപ്പം ഇതിങ്ങനെ ഇട്ട് കൊടുത്തിരിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഇവർക്ക് ഈ ഇഞ്ചി കറക്റ്റായിട്ട് വളരാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ഇതാണത്. ഈ എന്താ പറയുക, വൈക്കോല് കേസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇഞ്ചിയാണ്. ഇതൊക്കെ ഇതിൻ്റെ അടിയിലാണ് സംഭവം. പക്ഷേ ഇപ്പം നമുക്ക് കുഴിച്ചെടുക്കാൻ പറ്റില്ല. കുഴിച്ചെടുത്താൽ നല്ല രസം ഉണ്ടാവും ഗൈസ്. നമ്മൾ കഷ്ടപ്പെട്ട് നട്ടതൊക്കെ ഇതാവും. പിന്നെ ഇത് ഇഞ്ചിയല്ല, ഇത് നമ്മുടെ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നിടത്തുണ്ടാവില്ലേ, ഈ വേണ്ടാത്ത ചെടികളൊക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു ചെടിയാണ് ഇതൊക്കെ. സോ ഇത് ഇവിടെ നടക്കണതിന് കുഴപ്പമില്ലാണ്ട് ഈ ഒരു ഏരിയസിലുള്ളതിൽ നോ പ്രോബ്ലം. പക്ഷെ ഇതിൻ്റെ മേലെ ഉണ്ടാവുമ്പോൾ അത് നമ്മുടെ അകത്തില്ല, നമ്മുടെ ആ ജിഞ്ചറിന് ബാധിക്കും. അങ്ങനെയൊക്കെ കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല വരുന്നത്. ഞങ്ങൾ 9 വർഷത്തിന് ശേഷം പിന്നെയും വന്നത്. അത് കണ്ടോ, ഇവിടെ കണ്ടു കേട്ടോ. ഇതിനെന്താ പറയുക, എന്തായിരുന്നു ഇതിന് പറയുക, എനിക്ക് ഓർമ്മയില്ല. കണ്ടോ, ഇങ്ങനെ ഇതുപോലെയൊക്കെ ഇവിടെ ഈ സാധനത്തിൽ വരാൻ പാടില്ല. ഇതിനെന്താ ബെഡ് എന്നാണ് പറയുന്നത് തോന്നുന്നുണ്ട്. ഇവിടെ നിന്നൊരു ചാട്ടം ചാടാം. ഓക്കെ ഗൈസ്, അത് അവിടെയാണ് നമ്മുടെ എന്ത് തോട്ടം ഗൈസ്, മുളക് തോട്ടം. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ വന്നതാണ് കേട്ടോ ഗൈസ്. ഇങ്ങിട്ട് 1 or 2 വയസ്സുണ്ടാകുമ്പോൾ ഇവിടെയാണ് വന്നത്. ഞാൻ ജനിച്ചത് കർണാടകയിലാണ്. ഓക്കെ, ഞാൻ കർണാടകക്കാരില്ല കേട്ടോ ഗൈസ്, മലയാളി തന്നെയാണ്. ഓക്കെ, അപ്പോൾ നല്ല വ്യൂ ആണ്, നല്ല സൺറൈസിങ് ഒക്കെ ഉണ്ട്, കണ്ടോ, കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ബ്രിഡ്ജ് ചാടി കിടക്കാം ഗായ്സ്. അപ്പോൾ നമ്മളിത് അവിടെ എത്തിയിരിക്കുകയാണ്. കണ്ടോ, നമ്മുടെ ഷെഡ് ഇതാണെങ്കിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് വിൻഡ് മില്ല്. ഈ ബ്രിഡ്ജാണ്, ചെറിയൊരു പാലം കടന്നു വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ മറ്റേ ഇതൊക്കെ ഉണ്ട്, കണ്ടോ, സ്കെയർ ക്രോ കാണിച്ചു തരാം ഗൈസ്. കണ്ടോ, അവിടെ ഇതൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഈ ഒരു ഷെഡിൻ്റെ തൊട്ട് ബാക്കിലാണ് കേട്ടോ ഗൈസ് ഇത്രയും വലിയൊരു വിൻഡോയിലുള്ള. ഇത് ഇത്ര സ്പീഡിലൊന്നും അല്ല കറങ്ങുക, നല്ല സ്പീഡിലാണ് കറങ്ങുക. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേര് ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കണ്ടോ, ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല ബുഷ് പോലെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് എൻ്റെ അച്ഛൻ്റെ അല്ല, അവിടെയാണ്, ഈ ഒരു ഷീറ്റിൻ്റെ അപ്പുറത്താണ്. ഇത് നമ്മുടെ ഇവിടെ ഉള്ള ആരുടെയോ ആണ്.
ഇവിടുത്തെ ആൾക്കാർ ചെയ്യണതാണ്, കർണാടകക്കാർ ചെയ്യണതാണത്. ഇതിൻ്റെ മേലെ ഇതൊന്നും ഇല്ല കേട്ടോ ഗൈസ്, മുളകില്ല, ഇഞ്ചി, ഇതാണ് വയൽ വരുന്നത്. മുളകിൻ്റെ പൂക്കൾ കുറേ ഉണ്ടായിട്ടുണ്ട്, കണ്ടോ, കാണിച്ചു തരാം. ഇതാക്കണ്ടോ, കുഞ്ഞേ പൂക്കളായിട്ട്. ഇത് പറിച്ചെടുത്ത് ഇവിടുത്തെ ആൾക്കാർ ചിലപ്പോൾ ഓടിക്കും. ഓക്കെ, ഇത് അവിടെ കുറച്ച് ആടുകളും ഉണ്ട്, കണ്ടോ, ഒരു കറുത്ത സാധനം അവിടെ നിൽക്കണ്. അത് മറ്റാടില്ലേ ഗൈസ്, ചെമ്മരിയാട്, അതാണ് കേട്ടോ. ഇതിൻ്റെ അകം കാണാൻ നല്ല രസമാണ് ഗൈസ്. ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ നിൽക്കുക, ഇതൊക്കെ ഫോട്ടോ എടുക്കണമെങ്കിൽ അടിപൊളി കണ്ടത്. ഇതിൻ്റെ എവിടെ നോക്കിയാലും ഈ സാധനം ഉണ്ട്. 1 2 3 എണ്ണിയതില്ല, അത്രയുണ്ട് ഗൈസ്. ഓക്കെ, അവിടെയുണ്ട് ഗൈസ്, കാണിച്ചു തരാം. അവിടെയും കറങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല, അത് അവിടെ പോയി കാണിച്ചു തരാം. നല്ല രസമാണ് ഗൈസ്. ഇവിടെ നടന്ന് അവസാനം മനുഷ്യൻ ചാവും, കണ്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാം നമുക്ക്. പക്ഷേ ഇപ്പം നടക്കാൻ എനിക്ക് ഇവിടെ ആളില്ലാത്തതുകൊണ്ടാണ് ഗൈസ് ഞാൻ നടക്കണത്. തിരിച്ച് റിട്ടേൺ അടിക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഋതന്യൊക്കെ നമ്മുടെ ചാവക്കാടുണ്ട്. ഓക്കെ, ദിയ പിന്നെ അവളുടെ അമ്മയുടെ വീട്ടിലാണ്. ഓക്കെ, അവളുടെ മാമൻ്റെ വീടെന്ന് പറയില്ല നമ്മൾ, അതുപോലെയാണ് നമ്മുടെ ചാവക്കാടുള്ളത്. സോ ഇപ്പം ഞാൻ നന്നായി ഋതന്യേനൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഋതന്യേനെ, ദിയേനെ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ അതായത് ഇത് നമ്മുടെ ഇഞ്ചി, ഇത് നമ്മുടെ മുളക്. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇവർ എന്തായാലും ഈ വീഡിയോ കാണാൻ ചാൻസ് തോന്നുന്നുണ്ട്. ഋതന്യ കാണാൻ കൂടുതലും ചാൻസ് ഉണ്ട്, ദിയെ കാണുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ കാണണമെങ്കിൽ കാണട്ടെ. അതിൽ നിങ്ങൾ നന്നായി മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരുമിച്ചൊരു ടൂറ് പോകണം ഗൈസ്. ഓക്കെ, ഞാനും ഋതന്യയും തീരുമാനിക്കുന്നുണ്ട്. ദിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിൽ പോയിട്ട് സെറ്റാക്കാമെന്നൊക്കെ, 3 പേരും കൂടി ബീച്ചിൽ പോയിട്ട് ഒരു വ്ളോഗ് എടുക്കാമെന്നൊക്കെ കേട്ടോ. ഞങ്ങൾ ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബീച്ചിൽ കണ്ടു, ഞാനും ഋതന്യയും, പിന്നെ എൻ്റെ അനിയനുണ്ടായിരുന്നു സാവിനു. അപ്പോൾ എല്ലാവരും കൂടി നല്ല കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ പാർക്കൊക്കെ ഉണ്ട് ഗൈസ്. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിലായിരുന്നു ഞങ്ങൾ. അത് നല്ല വൈബായിരുന്നു ഗൈസ്. ഓക്കെ, ഇവിടെ പിന്നെ എനിക്കെന്താ പണിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് 1-ലാണ് ഞങ്ങളിവിടെ എത്തിയത് ഗൈസ്. 2 ദിവസത്തെ ട്രിപ്പാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, എന്താ പറഞ്ഞാൽ ഇന്നലെ രാവിലെ 9 മണിക്ക് ഇറങ്ങിയെന്ന് വിചാരിച്ചോ, എന്നാൽ ഇന്ന് രാവിലെ 9 മണിക്ക് എത്തുള്ളൂ. അങ്ങനെയാണ് ഗൈസ്. ഞങ്ങൾ മൈസൂർ എത്തി. മൈസൂർ എത്താനൊക്കെ നല്ല ലേറ്റായിട്ടോ ഗൈസ്. 8 മണിയൊക്കെ ആയി മൈസൂർ എത്തുമ്പോൾ. കോഴിക്കോട് പിന്നെ ബ്ലോക്കൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ലേറ്റായി. ഞങ്ങൾ ഇറങ്ങാൻ നല്ല നേരത്തെ ഇറങ്ങി. ഞങ്ങൾ ഗുരുവായൂരിൽ കയറി കോഴിക്കോട് ഇറങ്ങി, അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ഞാൻ അപ്പൊക്കെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഗൈസ് ഇരുന്നിരുന്ന് മനുഷ്യൻ എന്താ പറയുക ഗൈസ്, വയ്യാണ്ടായി, അത്ര ഇതായിരുന്നു. ബസ്സിലിങ്ങനെ ഇരിക്കുക തന്നെയല്ലേ ഗൈസ്, 3 മണിക്കൂർ ഇരിക്കുക. ബ്ലോക്കായ പിന്നെ നീണ്ടു പോവും. അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. അതെനിക്ക് ഈ വിൻഡ് മില്ല് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നാളെ ചിലപ്പോൾ ഇപ്പുറത്തെ സൈഡിക്കാവും ഇത്. എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടോ. ഇന്നലെ ഇത് ഇങ്ങോട്ടായിരുന്നു, ഇപ്പോൾ ഇത് ഇങ്ങോട്ടായി. അത് ഓരോ കാറ്റിൻ്റെ ഓരോ ഇതിനാണ് പോകണമെന്നാണ് തോന്നുന്നത്. അബ്ബ അങ്ങനെയാണ് പറഞ്ഞത്. അബ്ബ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ്. ചെറുപ്പം മുതൽ ഞാൻ അങ്ങനെ വിളിക്കാം. സോ അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഗൈസ് മൈസൂരിൽ ഞങ്ങൾ ഹാവേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നും ബസ് കയറിയിട്ട് കുറച്ചിങ്ങോട്ട് പോന്നിട്ട് പിന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വരാനുള്ളൊരു സ്പേസ് ഉണ്ട് അവിടെ ഇങ്ങോട്ട് കേട്ടോ. അപ്പോൾ ഗൈസ് മൈസൂർ ഞങ്ങൾ ഹാവേരിയുടെ ട്രെയിനിലാണ് പോയത്. സീറ്റ് ഇരുന്ന് പോകുന്ന നടക്കണ രസമല്ല. ഒന്നാമത്തെ ഇരുന്ന് മനുഷ്യൻ ചത്തുപോയി. അവസാനം പിന്നെ ഇനി ഇരുന്ന് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നടക്കണതല്ല, നമ്മൾ ചത്തുപോകും ചിലപ്പോൾ. ഇരുന്ന് എത്തും ഗൈസ്. ഇവിടെ നോക്ക്, മുളക്, ഉണങ്ങിയ മുളക് കണ്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ട്രെയിൻ ബുക്ക് ചെയ്തു ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ സുഖമായി കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് ഹാവേരി എത്തി ഗൈസ്. ഓക്കെ, ഹാവേരിയിൽ നിന്ന് പിന്നെ ഞങ്ങൾ ബസ് കയറിയിട്ട് 7:30 ആകുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് ഉണ്ട്, പപ്പ സിബി തോമസ് കൊണ്ട് ഒരാളുണ്ട്. എന്താ പറയുക, ആൾക്കും ഇഞ്ചി കൃഷി തന്നെയാണ് പരിപാടി. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു, എന്നിട്ട് ഇങ്ങോട്ട് പോകുന്നു ഗൈസ്. ഓക്കെ, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ് എന്ന് പറയുന്നത്. നല്ല വൈബിളുള്ള ട്രിപ്പാണെന്ന് ചോദിച്ചാൽ വൈബിളുള്ള ട്രിപ്പൊക്കെയാണ്. ഇരുന്ന് നമ്മൾ കുറച്ച് റിസ്ക്കൊക്കെയാണ് ഇരുന്ന് പോകണം ഗൈസ്. പിന്നെ നമ്മുടെ കോഴിക്കോട് നിന്നും മൈസൂർ വരെ 6 മണിക്കൂർ വേണ്ടി ഇരിക്കണം തോന്നുന്നത്. ആദ്യം നമ്മൾ ഗുരുവായൂരിൽ നിന്നും കോഴിക്കോട് വരെ 3 മണിക്കൂർ, പിന്നെയും 6 മണിക്കൂർ ഇരിക്കുമ്പോൾ 9 മണിക്കൂർ നമ്മൾ ഇരിക്കേണ്ടതായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ നമ്മൾ നല്ല നേരത്തെ ആയിട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, സെറ്റായി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ട്രെയിനൊക്കെ എടുത്തു. ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും ഏകദേശം ടൈമൊക്കെ ആയി. പിന്നെ ആൾ കൽപ്പറ്റയാണ് ആളുടെ വീട്, പപ്പ എന്ന് പറയുന്ന ആൾ, സിബി തോമസ്. അപ്പോൾ ആളെ ഞങ്ങൾ പപ്പ എന്നാണ് വിളിക്കുക. അപ്പോൾ ആളുടെ എന്താ പറയുക ഇതൊക്കെ. അപ്പോൾ നമ്മളിവിടെ നല്ല രസമാണ് കേട്ടോ ഗൈസ്.
നിങ്ങൾ അവിടെ കാണുമ്പോൾ വിചാരിക്കും അവിടെ എന്താ ബീച്ച് ഉണ്ടോന്ന്. ഇല്ല, എനിക്കങ്ങനെ തോന്നി ഇതിൻ്റെ അപ്പുറത്ത് ബീച്ചുള്ള പോലെ. പക്ഷെ അവിടെ ബീച്ചൊന്നും ഇല്ല കേട്ടോ. അവിടെയും ഇതുപോലെ എന്തൊക്കെയോ കൃഷിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ കർണാടക മൊത്തം കൃഷിയൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷേ ഋതുവിനെയാണ് ഞാൻ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാനില്ല. ഇന്നലെയൊക്കെ വന്നിട്ട് നല്ല ബോറായിരുന്നു. പിന്നെ അലർജി ഉണ്ട് എനിക്ക് ഗൈസ്. അപ്പോൾ തുടങ്ങി. അലർജി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ഇങ്ങനെ ചാടി കിടക്കണ്ട. ഇനി അലർജി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ മണ്ണിൽ ഇന്ന് നന്നായി കളിച്ചിട്ടുണ്ട്. എന്താ രസമല്ലേ. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കളിക്കുന്നു ചോദിക്കും. അച്ഛതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ അറ്റം വരെ നടക്കും, തിരിച്ചും കിട്ടി വരും, പിന്നെയും വരും, പിന്നെയും പോകും. ഇതന്നെയായിരുന്നു പണി. സോ ഗൈസ്, ഇന്നലെ എനിക്ക് വിശന്നിട്ട് ഞങ്ങൾ മാഗിയൊക്കെ മേടിച്ചു. ചിൽ. പക്ഷേ ഋതുവിനെയൊക്കെ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. ദിയനെയും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. അവരൊക്കെ നമ്മളെല്ലാവരും കൂടി പോവുകയാണെങ്കിൽ നല്ല അടിപൊളിയാവും കേട്ടോ, നല്ല സൂപ്പറാവും. പക്ഷേ ഇരിക്കണ ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഗൈസ് നമുക്കിനി ഇങ്ങോട്ട് ചാടാം. ഓക്കെ, സോ ഗൈസ് നമ്മൾ ഇറങ്ങി. ഗൈസ് ഇതൊക്കെ ഇവിടെ വെള്ളം പിടിച്ച് വയ്ക്കണം, അതൊക്കെ ഡ്രമ്മും കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമാണ് ഗൈസ്. ഈ വിൻഡ് മില്ലിൻ്റെ അകത്ത് നല്ല കാറ്റാണ് കേട്ടോ. ഞാൻ പറയണത് ഇപ്പോൾ എത്രത്തോളം കേട്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, കാരണം ഇവിടെ അത്രയും കാറ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, എന്താ പറയുക, ഇതാണ് ഇഞ്ചി. ഇതിൻ്റെ സൈഡിലായിട്ട് ഈ സാധനം വളരുന്നത്. ഇത് പറിച്ചൊക്കെ കളയണം ഗൈസ്. ഇപ്പോൾ ഞാൻ പറിച്ചാൽ പോലില്ല, ഞാൻ പറിച്ച വേണ്ട. അങ്ങനെ പേര് കൊടുക്കാൻ നമുക്ക് പൊട്ടിച്ചിട്ട് ഈ കുഴിക്കണം. ഓക്കെ, അങ്ങനെയാണ് ഇവിടുത്തെ കഥകൾ. അപ്പോൾ ഗൈസ് വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. ഇതുവരെയായിട്ട് ഞങ്ങളുടെ സബ്സ്ക്രൈബ് ലിസ്റ്റ് കൂടിയിട്ടും കുറഞ്ഞിട്ടുമില്ല. കുറേ ഉണ്ട്, കൂടിയാൽ മതിയായിരുന്നു. അത്രയേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. കാരണം നമ്മുടെ ഇതുവരെയായിട്ട് നമുക്ക് 3 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. നമുക്ക് വിഷയം താഴെ നോക്കിയിട്ട് നടക്കണം കേട്ടോ. അതാണ് പക്ഷേ ഇതുവരെയായിട്ടും നമുക്ക് 3 സബ്സ്ക്രൈബേഴ്സ് ഓൺലി ഗൈസ്. വീഡിയോസിനൊന്നും തീരെ വ്യൂവേഴ്സ് ഇല്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോക്കെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ഞങ്ങൾ ചെയ്യണതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം. ഓക്കെ, എന്നാലും ഞങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോണിൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ 2 വീട്ടുകാരെയും, ഞങ്ങൾ 3 വീട്ടുകാരെയും ഫോണ് ഇങ്ങനത്തെ ഓപ്പോ, വിവോ അങ്ങനത്തെയൊക്കെ ഫോണുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര അങ്ങോട്ട് ഇതില്ല കേട്ടോ, ക്ലാരിറ്റി. ഐഫോൺ ഒന്നും നമ്മുടെ കയ്യിലില്ല ഗൈസ്. ആരെങ്കിലും ഒരാളുടെ പാരൻ്റെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതായനെ. അപ്പോൾ ഗൈസ് ഇപ്പോൾ നല്ല തണുപ്പാണ് ഗൈസ്. രാവിലെയൊക്കെ ഐസും കട്ടിട്ട വെള്ളമില്ല, അതുപോലെയാണ് കുളിക്കുക ഗൈസ്, തണുത്തിട്ട്. ഇപ്പം തന്നെ എനിക്ക് രോമാഞ്ചം വീണ്ടും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഋതുവിനെയും ദിയൊക്കെ കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് മസ്റ്റാണ്, മറന്നു പോയാലും ലൈക്ക് അവസാനം ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് ചാവക്കാട് എത്തിയിട്ടുള്ള ഒരു വ്ളോഗ് ഉണ്ടായിരിക്കണമായിരിക്കും. അതുവരെയും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് ആൻഡ് ഷെയർ.